ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താലികെട്ടിന്റെ സമയമൊക്കെ ആവുമ്പോഴേക്കും കൈപ്പറ്റി കഴിഞ്ഞ പണം തിരിച്ചു നൽകാനാവാത്ത അവസ്ഥയിൽ അവൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന എന്തായാലും അതനുസരിക്കാതെ നിവൃത്തിയില്ലണ്ടാവും. കുരുക്കാണല്ലേ? യെസ്, കുരുക്കിന്റെ ഒരു ഭാഗം അവളുടെ അമ്മയുടെ കഴുത്തില. അമ്മേ, അമ്മേ, ദേ ഈ വെള്ളം കുടിച്ചമ്മേ. എന്താ അമ്മേ? എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. കൃഷ്ണമോള് എന്തോ ആപത്തിൽ ചെന്ന് ചാടാൻ പോകുന്നു തോന്നുക. ഇതായിരുന്നോ കാര്യം? എന്റെ അമ്മേ, കൃഷ്ണ ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാ ഇതല്ലാതെ വേറെന്തെങ്കിലും അമ്മയ്ക്ക് ചിന്തിക്കാനുണ്ടോ? ഇക്കാലത്തിനിടയ്ക്ക് അമ്മയുടെ മോൾക്ക് എന്ത് കുഴപ്പ പറ്റിയത്? എവിടെ പോയാലും ആ കാര്യം സാധിച്ചിട്ടല്ലേ അവള് വരുള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കെന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതെ, ഞങ്ങൾ ഈ നാട്ടിലുള്ള ബാക്കിയുള്ളവരെ ശരിക്കും പറഞ്ഞ നമ്മുടെ കൃഷ്ണയുടെ ആരാധകരാ. നിസ്സാര കാര്യമാണ് അവള് ചെയ്തതമ്മേ. നാട് വിട്ടുപോയ സുന്ദരിയെ കണ്ടുപിടിച്ച് ഒരു പൈസ പോലും ബാക്കിയില്ലാതെ അവള് തിരിച്ചു കൊണ്ടുവന്നില്ലേ? എന്നിട്ട് എല്ലാവർക്കും കൂടെ കൊടുത്തില്ലേ? സത്യം പറഞ്ഞ അവളോളം ചങ്കൂറ്റുള്ള ഒരാള് ഈ കുട്ടനാട്ടില് പെണ്ണായിട്ട് ജനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ കുറിച്ച് ആലോചിച്ചാ അമ്മ ഇപ്പൊ ഈ പേടിക്കുന്നെ. എന്റെ പേടി എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പകയുള്ളവരുണ്ട്, അവരത് തീർക്കാൻ നോക്കും. ചാകാനിരിക്കുന്ന എന്നോട് പക തീർത്താലും മനസ്സിന് സുഖം കിട്ടില്ലല്ലോ. അപ്പൊ ആ പക അവക്ക് നേരെ തിരിയില്ലേ? വെറുതെ ഇരുന്ന് മനക്കോട്ട കെട്ടുക, എന്നിട്ട് അതിനെ ചൊല്ലി പേടിക്ക. അമ്മ അതങ്ങ് കഴിച്ചു തീർക്കുന്നുണ്ടോ? കഴിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് അവളെ വിളിക്കാം, എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. കഴിക്കുന്നതിന് മുന്നേ വിളിച്ചാലേ അവൾ എന്നോട് ചോദിക്കും, ഉണ്ണിമായെ അമ്മ ഭക്ഷണം കഴിച്ചോ? അപ്പോ എനിക്ക് സത്യം പറയേണ്ടി വരും. കഴിക്കമ്മേ. അല്ല, മാഡത്തിന്റെ ഭാഗത്തുനിന്ന് എന്തോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് ഒരു സൂചനയും തന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതവര് തുറന്നു പറയൂ മനുഷ്യ. ഇതിപ്പോ എന്താ, പെൺകുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റി, അതറിഞ്ഞ അവര് കല്യാണത്തിൽ നിന്ന് പിന്മാറും. സിത്താര മാഡത്തിന് നാട് മുഴുവൻ നല്ല നാണക്കേടും ആവും. അതൊന്നും മറികടക്കണം, അത്രേ ഉള്ളൂ. അവരെന്തിലും ആയിക്കോട്ടെ ഗോപാലമാമ, അമ്മയുടെ ആവശ്യത്തിന് പണം കിട്ടുന്നു കരുതിയിട്ടാ ഞാൻ പോയത്. ആ കുട്ടിയുടെ വേഷം കിട്ടുക, ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന ആരുടെ മുന്നിൽ ചെന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാ. നമുക്കിതൊന്നും വേണ്ട. വേണ്ടെന്ന് വെക്കാൻ എളുപ്പാ മോളെ. പക്ഷേ നമ്മളോട് ഇതുപോലൊരു സഹായത്തെക്കുറിച്ച് പറയാൻ വേറെ ആരാ ഉള്ളത്? എന്നെഴുതിയിട്ട് അല്ല, എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഒരേ രൂപത്തിലായത്? ശരി, ഇനി 2 രൂപത്തിലായെങ്കിൽ തന്നെ മോൾ ഇവിടെ വരാനും സുനന്ദയെ സഹായിക്കാൻ ആ വീട്ടിൽ പോകാനും അവിടെ തന്നെ മോളെ കൊണ്ടൊരാവശ്യം വരാനും കാരണം എന്താ? എന്താ സുനന്ദേ? വേറൊന്നുമല്ല, ഇത് ദൈവം വരച്ച വരയാ. ഈ വരയിലൂടെയാണ് മോള് നടക്കേണ്ടത്. ഇതിലൂടെയാണ് മോൾക്കുള്ള നേട്ടവും, അതല്ലേ? എന്റെ പൊന്നു ഗോപാലമാമ, അതൊന്നുമല്ല പ്രശ്നം. വേണമെങ്കിൽ എനിക്കിതിനൊരു ജോലിയായിട്ടൊക്കെ കാണാം. കുട്ടനാട്ടിലും വെള്ളത്തിൽ കിടന്ന് വളർന്ന ഞാൻ അവരുടെ മോൾക്ക് തുല്യാവാനോ? അത് എന്റെ കൊച്ചേ, അതൊക്കെ അവര് നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. അത് ഭംഗിയാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ, നമ്മുടേതല്ലല്ലോ. സമ്മതിക്കുമോളെ, അമ്മയോർത്ത് സമ്മതിക്കേ.
ഓപ്പറേഷന്റെ കാര്യങ്ങൾ ഇനി വൈകിച്ച അവരുടെ ജീവൻ നമുക്കിനി പിടിച്ചു നിർത്താൻ പറ്റില്ല. മോളെ ഞാൻ സമ്മതിച്ചു ഗോപാലമാമ. എന്റെ അമ്മ എനിക്ക് വേണം. മാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ഈ പറയുന്നതൊക്കെ ഗാഥാ മാഡം അംഗീകരിക്കൂ? ഗാഥാ മാഡോയെ മറ്റൊരാൾ വേഷം കെട്ടുക, നവീനുമായി ഇടപെടുക, എനിക്കെന്തോ സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. ഗാഥയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. അവളെക്കുറിച്ചുള്ള എന്റെ ആശങ്ക എന്റെ മോക്ക് നന്നായിട്ടറിയാം. ആ പെൺകുട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. അവൾ ഓക്കെ പറഞ്ഞ അതെന്റെ ഗാഥമോളുടെ ജീവൻ ഒരു ഉറപ്പ് തന്നെയാണ്. മാം, നമ്മളിപ്പോ ആ കുട്ടിയോട് പറഞ്ഞത് ഗാഥാ മാഡത്തിന്റെ വേഷത്തിൽ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാനാ. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് നവീൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നൊക്കെ പറയുമ്പോ ആ പെൺകുട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അവളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോ അത്യാവശ്യം തന്റെയുള്ള കൂട്ടത്തിലാണെന്ന് അറിഞ്ഞത്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്. അവളുടെ പ്രധാന പ്രശ്നം അവളുടെ അമ്മയുടെ ജീവനാണ്. അതിനു വേണ്ടത് പണമാണ്. അത് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പിന്നെ താലികെട്ടിന്റെ സമയമൊക്കെ ആവുമ്പോഴേക്കും കൈപ്പറ്റി കഴിഞ്ഞ പണം തിരിച്ചു നൽകാനാവാത്ത അവസ്ഥയിൽ അവൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന എന്തായാലും അതനുസരിക്കാതെ നിവൃത്തിയില്ലണ്ടാവും. കുരുക്കാണല്ലേ? യെസ്, കുരുക്കിന്റെ ഒരു ഭാഗം അവളുടെ അമ്മയുടെ കഴുത്തില, ഒന്നെന്റെ ഗാഥമോളുടെ കാര്യത്തിലും. അവളുടെ അമ്മയ്ക്ക് രോഗത്തിന്റെ ഭീഷണിയാണെങ്കിൽ എന്റെ മോക്ക് ശാപത്തിന്റെ ഭീഷണിയാ. ഗാഥമോളെ ഞാൻ രക്ഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോ ആ കുരുക്കിനകത്തുള്ളവർ തീർന്നു പോയാലും ഞാനത് കാര്യാക്കില്ല. എനിക്കെന്റെ മോളാ വലുത്. അവളിത് സമ്മതിക്കില്ലേ സിനി? അവളുടെ അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യം പറയുമ്പോ സമ്മതിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പാവങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ മാം? അഭിമാന ബോധം വളരെ കൂടുതലായിരിക്കും. ചത്താലും കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെ അവള് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല.